ഇത് കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് കോൺഫ്ലോർ. ഇത് ഇത്രയും അങ്ങ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഇതുണ്ടോ, ഇത് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് ഉരുക്കി വെച്ചേക്കുക. ശർക്കര വേണ്ടാന്ന് വിചാരിച്ച് കോൺഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാരയാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഗൈസ്. നെയ്യായിരുന്നെങ്കിൽ പെട്ടെന്ന് വന്നേനായിരുന്നു, ഓക്കെ ആയേനെ. പക്ഷെ ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ടേ ഗൈസ് പറ്റൂല. നമ്മൾ കോൺഫ്ലേക്സിനകത്ത്, കോൺഫ്ലേക്സ് അല്ല, കോൺഫ്ലോറിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതർവൈസ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇത് വെന്ത് മാവ് വെന്ത്, പക്ഷേ ഈ എണ്ണയും നെയ്യും ഒന്നും ഒഴിച്ച് പോകായിരുന്നു. ഞാൻ ഇനി എന്നാ ചെയ്യുകയാണെന്നറിയാം. ഇതൊന്ന് മിക്സ് ആവട്ടെ ഗൈസ്. എന്നിട്ട് ഈ സാധനത്തിൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പച്ചവെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഗൈസ്. ഇത് ഉരുക്കി വെച്ചിരിക്കുമായിരുന്നു. അതിനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒഴിച്ചാൽ മതി ഗൈസ്. എന്നിട്ട് ഇളക്കണം ഗൈസ്. വള കിലുക്കി കൈ ഓടിച്ച് കിളിങ്ങ്. ഇപ്പം കണ്ടോ, അത് ആ ശർക്കരയൊന്നും വേണ്ട. ഇങ്ങനെ ആയിരിക്കും ഈ ബേക്കറിക്കാരന്മാരൊക്കെ ഹലുവ ഉണ്ടാക്കി തരുന്നത്. പഞ്ചസാര എല്ലാം കൂടെ ഉരുക്കി കറുപ്പിച്ച് ഒഴിച്ച്. അതിനോ ഏച്ച് വേറെ കളർ എനിക്ക് തോന്നി. ബിക്കോസ് ഇതാണ്ട ശർക്കരയുടെ കളർ. പിന്നെ നല്ല ബേക്കറിക്കാർ മാത്രമേ ശർക്കരയും ഒക്കെ ചേർക്കൂ ഗൈസ്. നമ്മളെ വീട്ടിലുണ്ടാക്കിയപ്പോൾ മനസ്സിലായില്ലേ. ഇതാണ് ഗൈസ്. ബാക്കി ഒഴിക്കട്ടെ. പഞ്ചസാര ഉരുക്കി വെച്ചിട്ട് അതിനകത്ത് പച്ചവെള്ളം കോരി ഒഴിച്ച് കണ്ണും തലയൊന്നും പൊട്ടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കണ്ടോ, ഇറങ്ങുന്നുണ്ടോ കറാന്ന്. ബാക്കിയുള്ളതിനകത്ത് ശകലം എണ്ണയോ പച്ചവെള്ളം ഒഴിച്ച് ലൂസാക്കി ഒഴിക്കാം. എന്നുവെച്ചാൽ എനിക്ക് ഒറ്റ ട്രിപ്പിനത് ഒഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മാത്രം. അതർവൈസ് നമുക്ക് അതിനെ മൊത്തം ഇങ്ങോട്ട് വടിച്ചൊഴിക്കുക. കാരണം ഒറ്റ കൈയും കൊണ്ടാണ് ഈ ഫോൺ എടുത്ത് വെച്ച് അഭ്യാസം കാണിക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഗൈസ്. സോ ഞാനിതൊന്ന് സെറ്റാക്കട്ടെ. അതിനിടയ്ക്ക് ഇച്ചിരി ബദാംപരിപ്പും മുന്തിരിയും കൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്. കൈ എടുക്കാതെ വേണം അലുവ ഇളക്കാൻ. അതിനകത്ത് കളിക്കാൻ പോകില്ല. ഇപ്പം ഞാൻ കൈ ഇളക്കാതിരിക്കുകയായി. കൈ വെച്ച് ഇളക്കിയിട്ടില്ല, പക്ഷേ തോനെ എണ്ണയുണ്ട്. സോ വലിയ കുഴപ്പം വരില്ലെന്ന് തോന്നുന്നു. ഇതിൽ അഭ്യാസ കളരിയൊന്നും കൂടുതൽ പയറ്റരുത്. ഇതിനകത്തോട്ടിടാം. പഞ്ചസാര ഇന്ന് ഉരുകി സെറ്റാവട്ടെ ഗൈസ്. ആദ്യം ഈ കോൺഫ്ലോർ തോനെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി വേവിച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഗൈസ്. വേണ്ട, തോനെ എണ്ണയുള്ളത് കാരണം വലിയ പ്രശ്നമൊന്നും വരില്ല. കിടന്ന് ഓടുന്നുണ്ടോ. കോൺഫ്ലോറിനകത്ത് അലുവ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. അരിപ്പൊടിയിലും മൈദാപ്പൊടിയിലും കളിക്കാൻ പോകുമ്പോഴാണ് കളി കാര്യമാവുന്നത്. പിന്നെ ഞാനിതിനകത്ത് ഉപ്പ് നീരൊക്കെ ഒഴിച്ചിട്ടാണ് വേവിച്ചത്. കാരണം ഇച്ചിരി ഉപ്പ് ഉള്ളത് നല്ലതല്ലേ. ഭയങ്കര ഉപ്പല്ല, കുറച്ചുപ്പ് വേണം ഗൈസ്, അല്ലെങ്കിൽ കൊള്ളത്തില്ല. ഞാനിവിടെ ഒരു ബേക്കറി കടയിൽ നിന്ന് മേടിക്കും. അതിനകത്ത് ഇച്ചിരി ഉപ്പ് മുന്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കാനും പറ്റത്തില്ല. മധുരത്തിൻ്റെ ഒരു ചെടിപ്പം കിട്ടും ഗൈസ്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് അലുവ. ഇതിൽ കുറച്ചുകൂടെ ആകട്ടെ. കോൺഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്കത്തെ ഒരു ഉപദ്രവകാരിയായ സാധനമല്ല. ഉണ്ട്, അലുവയായി കഴിഞ്ഞ് കിള് എങ്കിലും കുറച്ചുകൂടെ ഒന്ന് സെറ്റാവട്ടെ ഗൈസ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഉണ്ട്. ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കട്ടെ. ഇതിൻ്റെ കൈ ഉള്ളു തറയും വേഗം. ഇളം ചൂടുവെള്ളം ഒഴിച്ച് തറഞ്ഞ് സെറ്റാവുമോ. അഞ്ചാറേക കുതിർന്ന് വരട്ടെ, കുറേ കഴിയും. ഞാനിങ്ങനെ പാട്ടും പാടി സമയം പോവും ഗൈസ്. ഞാനിത് സെറ്റാക്കട്ടെ കേട്ടാ, എന്നിട്ട് കാണിക്കാം.
ഗൈസ് ഇത് എല്ലാവരുടെയും പരുവത്തിൽ ഇത് അലുവയായി മാറി. ഇതിനി അങ്ങ് സെറ്റാക്കിയാൽ മതി ഗൈസ്. ഇതാ കണ്ടോ, ഈന്തപ്പഴമല്ല, ബദാം പരിപ്പ്, മുന്തിരി, പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്. പഞ്ചസാര ഉരുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചുരുക്കിയില്ലെങ്കിൽ പഞ്ചസാര കയർക്കും. അപ്പം എനിക്കിതേ കിട്ടി, പഞ്ചസാര കയർത്ത് ഉരുക്കിയില്ലായിരുന്നു, പഞ്ചസാര കയർത്ത്. പിന്നീട് നമ്മൾ വേഗം കയർപ്പ് മാറണമെങ്കിൽ ഷുഗർ ചേർക്കേണ്ടി വരും. പിന്നെ കാരണം വളരെ സൂക്ഷിച്ച് വേണം ഗൈസ് ഇതിൻ്റെ അടുത്തൊക്കെ പെരുമാറാൻ. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അതപ്പോൾ ഓൾറെഡി അലുവയായി മാറി. കുറച്ചുകൂടെ ആവട്ടെ. നല്ല ഭംഗിയില്ലേ കാണാം? ഭംഗിയുണ്ട്. പക്ഷേ കഴിക്കുന്ന അലുവ കഴിച്ചിട്ടുണ്ടോ കയർപ്പ്? എന്തായാലും ഇതിനെ കുറച്ചും കൂടെ സെറ്റാക്കി എടുത്തിട്ടേ ഇതിനെ എടുക്കത്തുള്ളൂ. ഇതിപ്പോൾ എന്ത് കഴിഞ്ഞ് ഇത് പിന്നെ ഇതാ ഈ പരുവത്തിലാകുമ്പോഴുണ്ടല്ലോ, ഒരുവിധം ഈ പരുവത്തിലേക്ക് ആകുമ്പോൾ നമുക്കൊരു പിന്നെ ഇഡലി കുട്ടും എടുത്തിട്ട് ഒരു തട്ടയൊക്കെ വെച്ചിട്ട് നമ്മളെ ഇഡലി പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കത്തില്ലയോ, ആ രീതിയിൽ ഇതിനെ സെറ്റാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അലുവ പോലെ തന്നെ ഇരിക്കും. ഈ പരുവമൊക്കെ ആകുമ്പം കോരി ഒരു പാത്രത്തിൽ വെച്ച്, ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കും. കുറച്ച് കഴിയിട്ട് ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഒഴിക്കട്ടെ. എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല, ഇത് ഇച്ചിരി കൂടെ ഒഴിച്ച് വേണ്ട. എണ്ണ എന്താ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊന്ന് സെറ്റാവട്ടെ ഗൈസ് കേട്ടോ. അബദ്ധം പറ്റിയതാണ് എനിക്ക്. നല്ല കളർ വന്നു, ശർക്കര ചേർക്കുന്നതിനേക്കാളും കളർ വന്നു. പക്ഷേ പഞ്ചസാര ഞാൻ കൈ അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് മൂത്ത് പോയി, കറുത്തല്ല കഴിച്ചു. പിന്നെ വേറെ പഞ്ചസാര ആഡ് ചെയ്തു, പഞ്ചസാര ഡയറക്റ്റ് ആഡ് ചെയ്തു. ഓക്കെ ഗൈസ്, ഇത് സെറ്റാക്കട്ടെ കേട്ടോ. കണ്ടിരിക്കുന്നുണ്ടോ, ഭയങ്കര ഭംഗി. ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീട്ടിലെ എല്ലാ ജോലിയും തീർന്നിട്ട് വേണം, മക്കളുണ്ടെങ്കിൽ മക്കളെ ഒരുക്കി ആഹാരമൊക്കെ കൊടുത്ത് വെച്ചിട്ട് വേണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈം മാത്രം. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരുടെയും കാര്യം നോക്കണം. അതൊക്കെ കഴിഞ്ഞുള്ള ടൈമിൽ ഇതിന് ഇറങ്ങാവും. ഇപ്പം തന്നെ ഡാഡിയുടെ മുതു തേക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ ഡാഡി പറഞ്ഞ് അല്ലെങ്കിലും എനിക്കറിയാം നീ അതേ ചെയ്യോ എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ അലുവ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഈ കാശ് കൊടുത്ത് മേടിച്ച ഈ വെളിച്ചെണ്ണയും ബദാം പരിപ്പും മുന്തിരിങ്ങായും എൻ്റെ എഫേർട്ടും പിന്നെ കോൺഫ്ലോറും എൻ്റെ ഗ്യാസും ചിലവാക്കിയിട്ട് ഡാഡിയുടെ മുതു തേക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഗൈസ്? അപ്പോൾ ഇത് കുറച്ച് ഈ എണ്ണ കത്തി വരണം. അതാ ഞാൻ പറഞ്ഞു, നെയ്യിലാണെങ്കിൽ കുറച്ച് നെയ്യ് മതി. അപ്പോൾ സംഭവമൊക്കെ വീട്ടും മറിഞ്ഞുമൊക്കെ പോകുന്നുണ്ട്. ഇത്രയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് കാണുമെന്നേ, ഒരു ഇച്ചിരി കിട്ടുള്ളൂ. ഇതിനി എണ്ണ ഇറങ്ങി വരട്ടെ ഗൈസ്. ഇതിപ്പോൾ വീഡിയോ ഓടുന്നില്ല ഇത്.